അവൻ നല്ല പയ്യനാണ്, അതിലൊന്നും എനിക്ക് തർക്കമില്ല. പക്ഷെ അവന് റോഡിലെ ട്രാഫിക്കിനെ നിയന്ത്രിക്കാൻ പോലും അറിയില്ല. പിന്നെ എങ്ങനെയാണ് അവൻ അർജന്റീന പോലെ ലോകം ഭയക്കുന്ന ഒരു ദേശീയ ടീമിനെ ഫുട്ബോൾ പഠിപ്പിക്കുക? അവന് വട്ടാണ്. ഇത് പറഞ്ഞത് മറ്റാരുമല്ല, ഫുട്ബോൾ ലോകത്തെ ഈശ്വരൻ എന്ന് അർജന്റീനക്കാർ വിളിക്കുന്ന സാക്ഷാൽ ഡീഗോ അർമാൻഡോ മറഡോണയാണ്. വർഷം 2018. അന്ന് റഷ്യൻ ലോകകപ്പിൽ ഫ്രാൻസിനോട് തോറ്റ് അർജന്റീന നാണം കെട്ട് പുറത്തായ സമയം കോച്ച് ജോർജ് സാമ്പോളി തെറിക്കുന്നു. ആ സ്ഥാനത്തേക്ക് പകരക്കാരനായി ഒരു താൽക്കാലിക കോച്ചായി യാതൊരുവിധ മുൻപരിചയമില്ലാത്ത ഒരു 39-കാരൻ വരുന്നു, ലയണൽ സെബാസ്റ്റ്യൻ സ്കലോനി. അന്ന് അർജന്റീനിയൻ മാധ്യമങ്ങളും ആരാധകരും ഒരുപോലെ അയാളെ തള്ളിപ്പറഞ്ഞു. ഇവൻ ടീമിനെ കൂടുതൽ നശിപ്പിക്കും എന്ന് പ്രവചിച്ചു. പക്ഷെ കാലം കരുതി വെച്ചത് മറ്റൊന്നായിരുന്നു. 2026 എത്തി നിൽക്കുമ്പോൾ ചരിത്രത്തിലെ ഏറ്റവും മികച്ച അർജന്റീനിയൻ കോച്ചുമാരുടെ പട്ടികയിൽ അയാൾ തന്റെ പേര് സ്വർണ്ണ ലിപികളായി എഴുതി ചേർത്ത് കഴിഞ്ഞു. കഴിഞ്ഞ മത്സരത്തിൽ അർജന്റീനയുടെ കോച്ച് എന്ന നിലയിൽ 100 മത്സരങ്ങളിൽ പൂർത്തിയാക്കിയ സ്കലോനി വിമർശകരുടെ വായടുപ്പിച്ചത് 3 അന്താരാഷ്ട്ര കിരീടങ്ങളും ഒരു ലോകകപ്പും അർജന്റീനയ്ക്ക് നേടിക്കൊടുത്തുകൊണ്ടാണ്. ആരാണ് ലയണൽ സ്കലോനി? തമാശക്കാരനായ ഒരു താൽക്കാലിക കോച്ചിൽ നിന്നും ഫുട്ബോൾ ലോകത്തെ ഏറ്റവും മികച്ച തന്ത്രശാലിയായ മാനേജറിലേക്കുള്ള അയാളുടെ വളർച്ച എങ്ങനെയായിരുന്നു? ലാ സ്കലോനാറ്റ എന്ന വിപ്ലവം അയാൾ എങ്ങനെയാണ് കെട്ടിപ്പടുത്തത്? ഹലോ, നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സ്കലോനിയുടെ കോച്ചിങ് കരിയർ മനസ്സിലാക്കണമെങ്കിൽ ആദ്യം അയാൾ എങ്ങനെയുള്ള ഒരു കളിക്കാരനായിരുന്നു എന്ന് അറിയണം. ഒരു സൂപ്പർ സ്റ്റാർ ഇമേജ് ഒരിക്കലും സ്കലോനിക്കുണ്ടായിരുന്നില്ല. റൈറ്റ് ബാക്ക് പൊസിഷനിൽ കളിച്ചിരുന്ന കഠിനാധ്വാനിയായ ഒരു ഡിഫൻഡർ. സ്പെയിനിലെ ഡിപ്പോർട്ടിവോ ലാ കോറോണയ്ക്ക് വേണ്ടി തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ച സ്കലോനി അർജന്റീനയുടെ ദേശീയ ജേഴ്സി അണിഞ്ഞത് വെറും 7 മത്സരങ്ങളിൽ മാത്രമാണ്. രസകരമായ ഒരു കാര്യമെന്തെന്നാൽ 2006 ലോകകപ്പിൽ ലയണൽ മെസ്സി തന്റെ ആദ്യ ലോകകപ്പ് കളിക്കുമ്പോൾ സ്കലോനിയും ആ സ്ക്വാഡിൽ ഉണ്ടായിരുന്നു. ജർമ്മനിക്കെതിരെയുള്ള ക്വാർട്ടർ ഫൈനലിൽ സ്കലോനി ആദ്യ 11-ൽ കളിക്കുകയും ചെയ്തു. 2015 അറ്റ്ലാന്റയിൽ കളി നിർത്തിയ ശേഷം അയാൾ നേരെ പോയത് കോച്ചിങ് കോഴ്സുകളിലേക്കാണ്. സെവിയയിലും പിന്നീട് അർജന്റീന നാഷണൽ ടീമിലും ജോർജ് സാമ്പോളിയുടെ അസിസ്റ്റന്റായി സ്കലോനി കരിയർ ആരംഭിച്ചു. 2018 സാമ്പോളി പുറത്താകുമ്പോൾ അർജന്റീന ടീം പൂർണ്ണമായി തകർന്നിരുന്നു. ഡ്രസ്സിംഗ് റൂമിൽ കളിക്കാർ തമ്മിൽ ഗ്രൂപ്പിസവും സുസാരസ്യങ്ങളും തെരഞ്ഞു നിന്നു. ആരാധകർക്ക് ടീമിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. അങ്ങനെ ഒരു അവസ്ഥയിലാണ് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ AFA പുതിയൊരു കോച്ചിനെ കിട്ടുന്നത് വരെ താൽക്കാലികമായി ടീമിനെ നോക്കാൻ സ്കലോനിയെ ഏൽപ്പിക്കുന്നത്. അവിടെയാണ് സ്കലോനി എന്ന ലീഡറുടെ ബുദ്ധി നമ്മൾ കാണുന്നത്. തന്ത്രങ്ങൾ മെനയുന്നതിനേക്കാൾ മുൻപ് തകർന്നു കിടക്കുന്ന ഡ്രസ്സിംഗ് റൂമിന്റെ അന്തരീക്ഷം മാറ്റാനാണ് അയാൾ ശ്രമിച്ചത്. അതിനായി അയാൾ കൊണ്ടുവന്ന സപ്പോർട്ടിംഗ് സ്റ്റാഫുകൾ ആരെല്ലാമാണെന്നറിയാമോ? അർജന്റീനയുടെ മുൻ ഇതിഹാസങ്ങളായ പാബ്ലോ ഐമർ, വാൾട്ടർ സാമുവൽ, റോബർട്ടോ അയല. ഇവർ കേവലം കോച്ചുമാർ മാത്രമായിരുന്നില്ല, മറിച്ച് ടീമിലെ യുവതാരങ്ങൾക്ക് ആരാധനയോടെ മാത്രം നോക്കി കാണാൻ കഴിയുന്ന റോൾ മോഡലുകളായിരുന്നു. സ്കലോനിയുടെ ആദ്യ ലക്ഷ്യം ടീമിൽ അനാവശ്യമായ ഈഗോ ഒഴിവാക്കുക എന്നതായിരുന്നു. വലിയ പേരുള്ള സീനിയർ കളിക്കാരെ ടീമിൽ നിന്ന് പതുക്കെ മാറ്റി നിർത്തി. വിശപ്പുള്ള അർജന്റീന ജേഴ്സിക്ക് വേണ്ടി ജീവൻ കളയാൻ തയ്യാറുള്ള യുവനിരയെ അയാൾ ടീമിലേക്ക് വിളിച്ചു. ലൗട്രോ മാർട്ടിനർ, റോഡ്രിഗോ ഡിപ്പോൾ, ലിയാൻഡ്രോ പെരഡസ് തുടങ്ങിയ യുവരക്തങ്ങൾ ടീമിന്റെ മധ്യനിരയിലേക്കും മുന്നേറ്റ നിരയിലേക്കും കടന്നു വരുന്നത് അങ്ങനെയാണ്. പഴയ അർജന്റീന ടീമുകളുടെ ഏറ്റവും വലിയ ശാപം എന്തായിരുന്നെന്നറിയാമോ? മെസ്സി ഡിപ്പെൻഡൻസിയ, അഥവാ മെസ്സിയെ മാത്രം അമിതമായി ആശ്രയിക്കുക എന്നത്. പന്ത് കിട്ടിയാൽ എങ്ങനെയെങ്കിലും അത് മെസ്സിയുടെ കയ്യിൽ എത്തിക്കുക, ബാക്കി മെസ്സി നോക്കിക്കോളും എന്നായിരുന്നു മുൻ കോച്ചുമാരുടെ തന്ത്രം. ഇത് എതിരാളികൾക്ക് കാര്യങ്ങൾ എളുപ്പമാക്കി. മെസ്സിയെ മാർക്ക് ചെയ്താൽ അർജന്റീനയെ പൂട്ടാമെന്ന അവസ്ഥ വന്നു. എന്നാൽ സ്കലോനി ഈ ചിന്താഗതിയെ അടിമുടി മാറ്റിമറിച്ചു. അയാൾ മെസ്സിയോട് പറഞ്ഞു, നീ എല്ലാ പന്തും വാങ്ങാൻ മിഡ്ഫീൽഡിലേക്ക് വരേണ്ടതില്ല, നിനക്ക് പന്ത് ഞങ്ങൾ എത്തിച്ചു തരാം. അതിനായി മെസ്സിക്ക് വേണ്ടി ഗ്രൗണ്ടിൽ ഓടാൻ തയ്യാറുള്ള ഒരു ബോഡി ഗാർഡ് നിരയെ സ്കലോനി സൃഷ്ടിച്ചു. റോഡ്രിഗോ ഡിപ്പോൾ എന്ന കാവൽക്കാരനും പിന്നീട് എൻസോ ഫെർണാണ്ടസും മക്കിൽസറും എന്നിവർ വരുന്നതോടെ അർജന്റീനയുടെ മധ്യനിര ശക്തമായി. ഇതോടെ മെസ്സിയുടെ മേലുള്ള അമിത സമ്മർദ്ദം കുറഞ്ഞു. തനിക്കു ചുറ്റും കളിക്കുന്നത് വിശ്വസിക്കാവുന്ന ഒരു കൂട്ടം പോരാളികളാണെന്ന് മെസ്സി തിരിച്ചറിഞ്ഞു. ഇതിന്റെ ഫലമായിരുന്നു 2021 ബ്രസീലിന്റെ മണ്ണിൽ വെച്ച് നേടിയ കോപ്പ അമേരിക്ക കിരീടം. 28 വർഷത്തെ അർജന്റീനയുടെ ട്രോഫി വരൾച്ചയ്ക്ക് വിരാമമിട്ടുകൊണ്ട് സ്കലോനി തന്റെ ആദ്യ മുദ്ര പതിപ്പിച്ചു. ലയണൽ സ്കലോനി വെറും ഒരു ഭാഗ്യം കൊണ്ട് ജയിച്ച കോച്ചാണെന്ന് പറയുന്നവർ ഈ കണക്കുകൾ ഒന്ന് കാണണം. ഫുട്ബോൾ ചരിത്രത്തിലെ ഒരു ടീമും ചെയ്യാത്ത റെക്കോർഡുകളാണ് അയാൾ സ്വന്തമാക്കിയത്. നമുക്ക് സ്കലോനിയുടെ പ്രധാന നായികക്കല്ലുകൾ ഒന്ന് പരിശോധിക്കാം. 2021 കോപ്പ അമേരിക്ക, 2022 ഫൈനലിസിമ, 2022 ലോകകപ്പ്, 2024 കോപ്പ അമേരിക്ക. കേവലം 4 വർഷത്തിനുള്ളിൽ 4 അന്താരാഷ്ട്ര കിരീടങ്ങൾ, കൂടാതെ 36 മത്സരങ്ങളുടെ അൺബീറ്റൺ റൺ. ഇറ്റലിയുടെ ലോക റെക്കോർഡിന് തൊട്ടടുത്ത് വരെ എത്തിയ തോൽവി അറിയാതെയുള്ള 36 മത്സരങ്ങൾ, 100 മത്സരങ്ങളുടെ റെക്കോർഡ്. അർജന്റീന ടീമിനൊപ്പം 100 മത്സരങ്ങൾ തികച്ച സ്കലോനി അതിൽ 70%-ലധികം വിജയങ്ങൾ നേടിയിട്ടുണ്ട്. ചരിത്രത്തിൽ ഗില്ലർമോ സ്റ്റാബിലിക്ക് ശേഷം അർജന്റീനയെ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ ജയിച്ച 2ാമത്തെ കോച്ചാണ് അയാൾ. സ്കലോനിയുടെ ഏറ്റവും വലിയ തന്ത്രപരമായ സവിശേഷത എന്തെന്നാൽ അയാൾ ഒരു പ്രത്യേക ഫോർമേഷനിൽ മാത്രം വിശ്വസിക്കുന്നില്ല എന്നതാണ്.
എതിരാളികളുടെ കരുത്ത് എന്താണെന്ന് നോക്കി 4-3-3, 4-4-2 അല്ലെങ്കിൽ 3-5-2 എന്നിങ്ങനെ കളിയിലുടനീളം തന്ത്രങ്ങൾ മാറ്റാൻ അയാൾക്ക് യാതൊരു മടിയുമില്ല. 2022 ലോകകപ്പ് ഫൈനലിൽ ഫ്രാൻസിനെതിരെ ഏഞ്ചൽ ഡിമേരിയെ അപ്രതീക്ഷിതമായി ലെഫ്റ്റ് വിങ്ങിൽ കളിപ്പിച്ചുകൊണ്ട് ദശാംശിന്റെ തന്ത്രങ്ങളെ സ്കലോനി തകർത്തത് നമ്മൾ കണ്ടതാണ്. തന്ത്രങ്ങൾക്കപ്പുറം തന്റെ കളിക്കാരെ സ്വന്തം മക്കളെ പോലെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനാണ് സ്കലോനി. കളി ജയിക്കുമ്പോൾ വലിയ ആർപ്പുവിളികൾ നടത്താതെ സൈഡ് ബെഞ്ചിലിരുന്ന് വികാരിതനായി കണ്ണീർ വാർക്കുന്ന സ്കലോനിയെ നമ്മൾ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഡ്രസ്സിംഗ് റൂമിൽ കളിക്കാർ അയാളെ സ്നേഹത്തോടെ വിളിക്കുന്നത് ക്രൈ ബേബി എന്നാണ്. തന്റെ കളിക്കാരിൽ ഒരാൾക്ക് ഫോം നഷ്ടപ്പെട്ടാൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ അവരെ തള്ളിപ്പറയാൻ സ്കലോനി തയ്യാറാകാറില്ല. ലൗട്ടറോ മാർട്ടിനസിന് ഖത്തറിൽ ഫോം നഷ്ടപ്പെട്ടപ്പോൾ ഹുലിയൻ അൽവാരസിന് അവസരങ്ങൾ നൽകിയെങ്കിലും ലൗട്ടറോ മാനസികമായി തളരാതെ കൂടെ നിർത്തി. പിന്നീട് 2024 കോപ്പ അമേരിക്കയിലെ ടോപ്പ് സ്കോററാക്കി മാറ്റിയത് സ്കലോനിയുടെ ഈ മാതൃതുല്യമായ സമീപനമാണ്. നിലവിൽ 2031 വരെ അർജന്റീനയുമായി കരാർ പുതുക്കുന്ന സ്കലോനി ഈ 2026 ലോകകപ്പിലും അർജന്റീനയെ മികച്ച രീതിയിലാണ് മുന്നോട്ട് നിൽക്കുന്നത്. ഗ്രൂപ്പ് സ്റ്റേജും കഴിഞ്ഞ് പ്രീ ക്വാർട്ടറിൽ ഈജിപ്തിനെ 3-2 തകർത്തു. ഇപ്പോൾ ടീം ക്വാർട്ടറിലേക്ക് പ്രവേശിക്കുകയാണ്. ഡിയേഗോ മറഡോണ അന്ന് പറഞ്ഞത് ഒരുപക്ഷെ ശരിയായിരിക്കാം. സ്കലോനിക്കന്ന് ട്രാഫിക് നിയന്ത്രിക്കാൻ അറിയില്ലായിരിക്കാം. പക്ഷേ ലോക ഫുട്ബോളിലെ ഏറ്റവും വലിയ പ്രതിഭകളെ ഒരൊറ്റ ചരടിൽ കോർത്ത് അവരെ വിജയത്തിന്റെ പാതയിലൂടെ എങ്ങനെ നയിക്കണമെന്ന് സ്കലോനി തെളിയിച്ചു. വിമർശിച്ചവരുടെ കൈകൾ കൊണ്ട് തന്നെ കൈയടിപ്പിച്ചവനാണ് സ്കലോനി. മെസ്സി എന്ന ഇതിഹാസത്തിന്റെ യുഗത്തിന് ശേഷവും അർജന്റീനയെ ഇതേ വൻ ശക്തിയായി നിലനിർത്താൻ ലയണൽ സ്കലോനിക്ക് സാധിക്കുമോ? ഈ 2026 ലോകകപ്പിൽ സ്കലോനിയും സംഘവും കിരീടം നിലനിർത്തുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.